ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പവും കറിയാണ്. എണ്ണക്കടി ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചൂടുന്നത് പത്തലാണ്. പെട്ടെന്ന് ആക്കുന്നതാണ്. അങ്ങനെ പത്തൽക്കെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം കഴിഞ്ഞ് അതിന് അച്ചിലിട്ടിട്ട് അമർത്തിയിട്ട് തവയിലിടുന്നതാണ്. പത്തൽ ചൂടുന്ന അതേ സമയത്ത് ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്ന് മുറിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തൽ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ട് എണ്ണക്കടി ഉണ്ടാക്കുന്ന ഉമ്മ ഉണ്ടാക്കിയത് ഉള്ളി വജയാണ്. അതിൻ്റെ അങ്ങ് അടുത്ത പണി കറി വെക്കാനാണ്. കടലക്കറിയാണ് വെക്കുന്നത്. പിന്നെ കടലക്കറിൻ്റെ മസാല എല്ലാം ആക്കിയിട്ട് അതിന് എൻ്റെ കടല ഇടുന്നതാണ് അതിലേക്ക്. അതിൻ്റെ അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെച്ച് എൻ്റെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ കുറച്ച് കടല എടുക്കുക, എൻ്റെ ജ്യൂസ് മിഷീനിൽ അടിച്ചിട്ട് പൊടിയാക്കിയിട്ട് എൻ്റെ അതിലേക്ക് കൂട്ടുന്നതാണ്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കറിക്ക്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ നല്ല തിളക്കുന്ന കറി. അങ്ങനെ അപ്പം കറിയെല്ലാം ഉണ്ടാക്കിയ ശേഷം ഞാൻ ബത്തൊക്കെ മുറിക്കുന്നതാണ്. സർബത്താക്കുന്നത് ബത്തക്കല്ല, ബേക്കോം കസ്കസും ഇട്ട് സർബത്താണ്. അതുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ ബത്തക്കെല്ലാം മുറിച്ച ശേഷം ഞാൻ ബപ്പങ്ങായ എടുത്ത് ബപ്പങ്ങായും മുറിച്ചിട്ട് വെക്കുന്നതാണ്. അൽഹംദുലില്ലാ, അങ്ങനെ മൂന്നാമത്തെ നോമ്പ് നേരെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഈത്തപ്പഴം തിന്ന്, അത് കഴിഞ്ഞിട്ട് ഐസിന് വെള്ളം കുടിച്ച്, പിന്നെ സർബത്ത് കുടിച്ച്, പിന്നെ അവിടെ ഉണ്ടായ ഫ്രൂട്ട്സ് കഴിച്ച്. അത്രയൊക്കെ ഞാൻ കഴിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.